നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ മദ്യലഹരിയിൽ മകൻ അച്ഛനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് സെക്യൂരിറ്റി ജീവനക്കാരൻ. ഇരിങ്ങാലക്കുടയിലെ ചിക്കിംഗ് റെസ്റ്റോറന്റിൽ നിന്നും വാങ്ങിയ ചിക്കനിൽ നിന്നും പുഴുവിനെ ലഭിച്ചതായി പരാതി. തൃപ്രയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണി. കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഭീഷണിക്കത്ത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ഹോം സ്റ്റേയുടെ മതിൽ തകർത്ത് കാർഷിക വിളകൾ നശിപ്പിച്ചു. 5ാമത് ഡോക്ടർ APJ അബ്ദുൽ കലാം എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മുല്ലപ്പുഴ ജലോത്സവം ആവേശമായി. തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിലെ ജീവനക്കാർക്ക് അമിത ജോലി ഭാരമെന്ന് പരാതി. വാർത്തകൾ വിശദമായി. തൃശൂരിൽ മദ്യലഹരിയിൽ മകൻ അച്ഛനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് സെക്യൂരിറ്റി ജീവനക്കാരൻ. മദ്യലഹരിയിൽ മകൻ അച്ഛനെ കുത്തിക്കൊന്നു. തൃശൂർ കൊരട്ടിയിലെ ആറ്റപ്പാടത്ത് ജോയിയാണ് കൊല്ലപ്പെട്ടത്. മകൻ ക്രിസ്റ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ തർക്കം പതിവായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ജോയ്. ഇന്നലെ രാത്രി ക്രിസ്റ്റി തന്നെയാണ് പോലീസിനെ വിളിച്ച് അച്ഛൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു എന്ന് അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി ക്രിസ്റ്റിയെ കസ്റ്റഡിയിലെടുത്തു. ആദ്യഘട്ടത്തിൽ താനാണ് കൊലപ്പെടുത്തിയതെന്ന് ക്രിസ്റ്റി സമ്മതിച്ചില്ല. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ക്രിസ്റ്റി കുറ്റം സമ്മതിച്ചത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ഇരിങ്ങാലക്കുടയിലെ ചിക്കിംഗ് റെസ്റ്റോറന്റിൽ നിന്നും വാങ്ങിയ ചിക്കനിൽ നിന്നും പുഴുവിനെ ലഭിച്ചതായി പരാതി. ഇരിങ്ങാലക്കുട സ്വദേശി പ്ലാക്കൻ വീട്ടിൽ ലിസി ഫ്രാങ്കോ എന്ന യുവതിക്കാണ് ദുരനുഭവം ഉണ്ടായത്. സെപ്റ്റംബർ 6-ന് ഓൺലൈൻ ഫുഡ് ബുക്കിംഗ് ആപ്പ് വഴി ഇരിങ്ങാലക്കുടയിലെ ചിക്കിംഗ് റെസ്റ്റോറന്റിൽ നിന്നുമാണ് ഭക്ഷണം വാങ്ങിയത്. ഇവിടെ നിന്നും വാങ്ങിയ വറുത്ത കോഴിയിൽ നിന്നാണ് പുഴുവിനെ കണ്ടത്. ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കെ പുറമേയുള്ള കോട്ടിംഗ് മാറിയപ്പോഴാണ് വറുത്ത ചിക്കനിൽ നിന്നും പുഴു പുറത്തു ചാടിയത്. ഉടൻ തന്നെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തുകയും ഓൺലൈൻ വഴി പരാതി നൽകുകയും ചെയ്തു. ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ലിസി പറയുന്നത്. തൃപ്രയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. തൃപ്രയാർ സെന്ററിൽ SNDP LP സ്കൂളിന് മുന്നിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. ദേശീയപാതയിലൂടെ പോയിരുന്ന 4 കാറുകളും ചരക്ക് കയറ്റിയ ഒരു ടെമ്പോയും റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. SNDP സ്കൂളിന് സമീപത്തു നിന്ന് ദേശീയപാതയിലേക്ക് ടെമ്പോ പ്രവേശിക്കുന്നതിനിടയിലായിരുന്നു അപകടം. ദേശീയപാതയിൽ ടെമ്പോ കയറിയതിന് പിന്നാലെ എതിരെ വന്ന കാറുകളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട കാറുകളിലൊന്ന് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട സ്കൂട്ടറിൽ ഇടിച്ചാണ് നിന്നത്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ഭാഗികമായി തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ 4 പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പിന്നീട് പോലീസ് ദേശീയപാതയിൽ നിന്ന് മാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കി. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണി. കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഭീഷണിക്കത്ത്. രാധാകൃഷ്ണൻ മാവോയിസ്റ്റ് ചീഫ് കേരള എന്ന പേരിലാണ് കത്ത് ലഭിച്ചത്. അതിക്രമങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല, വ്യക്തമായി പ്രതികരിക്കുമെന്നും കത്തിൽ. സംഭവത്തിൽ കേസെടുക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. കത്തയച്ചയാൾക്ക് മാനസിക പ്രശ്നമുള്ളതായി സംശയം. സമാന രീതിയിൽ മുൻപും കത്തുകൾ അയച്ചിട്ടുള്ള ആളാണ് രാധാകൃഷ്ണൻ. നിരോധിത മാവോയിസ്റ്റ് സംഘടനകളുമായി ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ഹോം സ്റ്റേയുടെ മതിൽ തകർത്ത് കാർഷിക വിളകൾ നശിപ്പിച്ചു. ഹോളി ഏഞ്ചൽ സ്കൂളിന് സമീപത്തെ ഹോം സ്റ്റേയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു ആനയുടെ ആക്രമണം. മതിൽ തകർത്ത് അകത്ത് കടന്ന കാട്ടാന പറമ്പിലെ നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു. തെങ്ങ്, കവുങ്ങ്, വാഴ എന്നിവയാണ് പ്രധാനമായും തകർത്തത്. 1.5 മണിക്കൂറിന് ശേഷമാണ് ആന മടങ്ങിപ്പോയത്. 1 മാസക്കാലമായി പ്രദേശത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്.
തൃശൂർ ജില്ലാ പഞ്ചായത്തും കറകമാട് കലാ സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച 5ാമത് ഡോക്ടർ APJ അബ്ദുൽ കലാം എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മുല്ലപ്പുഴ ജലോത്സവം ആവേശമായി. യുവശക്തി പുളിയന്തുരുത്ത് സംഘത്തിന്റെ ഹനുമാൻ നമ്പർ 1 വള്ളം 2ാം തവണയും എവർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കി. ബി ഗ്രേഡ് വിഭാഗത്തിൽ DTPC തോയേക്കാവിന്റെ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 എന്ന വള്ളം 1ാം സ്ഥാനം നേടി. മികച്ച അമരക്കാരനായി ഹനുമാൻ നമ്പർ 1ന്റെ സുഭാഷും സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2വിന്റെ മനോജും തെരഞ്ഞെടുക്കപ്പെട്ടു. എ ഗ്രേഡ് വിഭാഗത്തിൽ 7ഉം ബി ഗ്രേഡ് വിഭാഗത്തിൽ 9ഉം വള്ളങ്ങളാണ് മത്സരിച്ചത്. NK അക്ബർ MLA ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഗസാലി അധ്യക്ഷനായി. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാത്തതിനാൽ തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിലെ ജീവനക്കാർക്ക് അമിത ജോലി ഭാരമെന്ന് പരാതി. ജീവനക്കാർക്ക് ഓണം ബോണസ് ലഭിച്ചില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. 12 വർഷമായി രഞ്ജിനി DTPCയിൽ ജോലി നോക്കുന്നു. ഇപ്പോൾ ഏനമാവ് നെഹ്റു പാർക്കിലെ കെയർടേക്കറുടെ ചുമതലയാണ്. ഒരു കൌണ്ടർ സ്റ്റാഫും ക്ലീനിംഗ് ചെയ്യാനുള്ള ആളും സെക്യൂരിറ്റിയും മാത്രമാണ് ഇവിടെയുള്ളത്. ഉണ്ടായിരുന്ന കൌണ്ടർ സ്റ്റാഫ് ട്രെയിനി കഴിഞ്ഞ മാസം അവസാനം ജോലി നിർത്തിപ്പോയി. പകരം ആളെ എടുത്തിരുന്നുവെങ്കിലും പാർക്കിൽ നിയമിച്ചിരുന്നില്ല. ജോലി തിരക്കിനിടയിൽ ഏതാനും ദിവസമായി പുറംവേദന കലശലായതോടെ ഡോക്ടറെ കാണാൻ പോകണമെന്ന് രഞ്ജിനി മേലധികാരികളെ അറിയിച്ചിരുന്നു. എന്നാൽ പകരം ആളെ വയ്ക്കാൻ തയ്യാറായില്ല. ഇതോടെ ഡോക്ടറെ കാണാൻ പോകുന്നത് ഉപേക്ഷിച്ച് വേദന സഹിച്ചാണ് ജോലി തുടരുന്നതെന്ന് രഞ്ജിനി പറഞ്ഞു. ജീവനക്കാരുടെ കുറവ് മൂലം തൃശൂരിലെ DTPCക്ക് കീഴിലുള്ളവർക്ക് അധിക ജോലി ഭാരമാണെന്ന് ഇവർ പറയുന്നു. ഇതുമൂലം 8 മണിക്കൂറിന് പകരം 11.5 മണിക്കൂർ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ്. 1 മാസത്തെ ശമ്പളം DTPC ജീവനക്കാർക്ക് ബോണസായി നൽകുമെന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയെങ്കിലും താനടക്കം തൃശൂരിൽ ഉള്ളവർക്ക് മാത്രം ബോണസ് ലഭിച്ചില്ലെന്നും രഞ്ജിനി ആരോപിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 20 രൂപ കൂടി ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ മദ്യലഹരിയിൽ മകൻ അച്ഛനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് സെക്യൂരിറ്റി ജീവനക്കാരൻ. ഇരിങ്ങാലക്കുടയിലെ ചിക്കിംഗ് റെസ്റ്റോറന്റിൽ നിന്നും വാങ്ങിയ ചിക്കനിൽ നിന്നും പുഴുവിനെ ലഭിച്ചതായി പരാതി. തൃപ്രയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണി. കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഭീഷണിക്കത്ത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ഹോം സ്റ്റേയുടെ മതിൽ തകർത്ത് കാർഷിക വിളകൾ നശിപ്പിച്ചു. 5ാമത് ഡോക്ടർ APJ അബ്ദുൽ കലാം എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മുല്ലപ്പുഴ ജലോത്സവം ആവേശമായി. തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിലെ ജീവനക്കാർക്ക് അമിത ജോലി ഭാരമെന്ന് പരാതി. 8:30 ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.